ഈ സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം നമ്മളിവിടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വെച്ച് ഈശോയ്ക്ക് സമർപ്പിച്ചതാണ്. ഈശോയ്ക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ എല്ലാം ഇവിടെ ഈശോയുടെ മുമ്പിൽ വെച്ച് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഹല്ലേലൂയ പറയുമ്പം സന്തോഷത്തോടു കൂടി പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെനിസാറ് പറഞ്ഞു, സന്തോഷത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് ബെനിസാറ് പറഞ്ഞു. ടൈറ്റായിട്ടിരിക്കുന്ന, സങ്കടത്തോടെ ഇരിക്കുന്ന, കഠിനമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കുഞ്ഞാകാനായിട്ട് ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ഫ്രീ ആയിട്ട് സന്തോഷത്തോടു കൂടി നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ, ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ അത് ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എൻ്റെ കർത്താവ് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറുപ്പകാലത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന സമയത്ത് വീട്ടിലും 7 മണിക്കാണ് സന്ധ്യാപ്രാർത്ഥന സാധാരണ ക്രമീകരിക്കുന്നത്. അപ്പം നോർമൽ സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ്. അപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ സ്ഥിരം ഈ സന്ധ്യാപ്രാർത്ഥനയുടെ സമയം 7 മണിക്കായതുകൊണ്ട് ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ പ്രൈം ടൈം എന്ന് കേട്ടിട്ടുണ്ട്. പ്രൈം ടൈം അതായത് ടി വിയിലൊക്കെ നമ്മുടെ പ്രോഗ്രാമുകൾ, അതായത് ഏത് ചാനലിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളും ഏറ്റവും മനോഹരമായ പ്രോഗ്രാമുകളും കൂടുതൽ ആൾക്കാർ കാണുന്ന പ്രോഗ്രാമുകളൊക്കെ പോകുന്നത് ഈ പ്രൈം ടൈമിലായിരിക്കും. അതായത് ഒരു 6 മണി 7 മണി മുതൽ അങ്ങോട്ടുള്ള സമയത്ത് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവും. അതാണ് ഈ പ്രൈം ടൈമിൻ്റെ പ്രത്യേകത. ഇപ്പം പുതിയ ചിത്രങ്ങളൊക്കെ വന്നാൽ, പുതിയ പടങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും നമ്മൾ പണ്ടത്തെ കാലത്ത് ടി വിയിൽ പുതിയ പടങ്ങളൊക്കെ ചെയ്യുമ്പം ഏകദേശം പ്രത്യേകിച്ച് ഓണം ക്രിസ്മസ് സമയത്തൊക്കെ ഈ പ്രൈം ടൈമിലായിരിക്കും വിടുക. അപ്പോൾ കൂടുതൽ പേര് കാണും. അപ്പോൾ എപ്പോഴും ഉണ്ടാകുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ത് നല്ല പ്രോഗ്രാം വന്നാലും കറക്റ്റ് ആ സമയത്ത് കുരിശ് വരയ്ക്കാമെന്ന് പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്തിരുന്ന സംഭവമായിരുന്നു. കാരണം കുരിശ് വരയ്ക്കുന്ന ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെക്കുന്ന ചില കുഴപ്പമില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു. കാരണം വീട്ടിലെ അമ്മയും അപ്പയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പപ്പ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം ഒത്തിരി ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇറിറ്റേഷൻ തോന്നിയെങ്കിലും പ്രകടമാക്കാം എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മുടെ പ്രൈം ടൈം അല്ലല്ലോ നമ്മുടെ പാരൻസിൻ്റെ പ്രൈം ടൈം. അതുകൊണ്ട് തന്നെ 7 മണിക്ക് കുരിശ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ 7 മണിക്ക് കുരിശ് വരയ്ക്കുക എന്ന് തന്നെയാണ്. അപ്പം വളരെ കഷ്ടപ്പെട്ട് ഓടിച്ചു തീർത്ത പ്രാർത്ഥനകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊത്തിരി വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പ്രാർത്ഥനകൾ അങ്ങനെ പോയപ്പോൾ അന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുമില്ലായിരുന്നു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ ശാലോമിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. ഇവിടെ ഞങ്ങൾ ശുശ്രൂഷകർ ഞങ്ങളുടെ ഓഫീസ് ഡ്യൂട്ടികളും ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ 1 മണിക്കൂർ, അതായത് നമ്മൾ നല്ല എനർജിയോട് കൂടി വരുന്ന, നല്ല ഹാപ്പി ആയിട്ട് വരുന്ന ആദ്യത്തെ 1 മണിക്കൂർ ഇവിടുത്തെ പ്രൈം ടൈം 1 മണിക്കൂർ പ്രെയറാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ എനർജി കൊടുക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ടൈം 1 മണിക്കൂർ പ്രെയർ കഴിഞ്ഞിട്ട് നമ്മൾ എന്തും ചെയ്യുള്ളൂ. അതേ അവസ്ഥ, അതായത് പ്രൈം ടൈം പ്രെയർ. പിന്നീട് ശുശ്രൂഷയുടെ ഭാഗമായി നിന്നപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായത്. എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിലെ ആ പ്രൈം ടൈമിൽ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ അതുവഴി പിന്നെ കുടുംബത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളും എണ്ണമില്ലാത്തവയായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഇവിടെ വന്നപ്പോഴാണ്. ശാലോം ശുശ്രൂഷയുടെ പ്രൈം ടൈം പ്രാർത്ഥനയ്ക്ക് കൊടുത്ത് ഈ 1 മണിക്കൂർ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മറ്റ് ശുശ്രൂഷകൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഓഫീസ് ഡ്യൂട്ടിങ്ങൊക്കെ പോയി ലഭിച്ച അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ അടിത്തറ. ആ പ്രൈം ടൈം കർത്താവിന് കൊടുത്തപ്പം, കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പം ദൈവം ആ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തു. ശാലോമിൻ ആദ്യത്തെ 1 മണിക്കൂർ കർത്താവിന് വേണ്ടി കൊടുത്തപ്പം ശരിക്കും ചിന്തിക്കുവാണെങ്കിൽ ഈ 1 മണിക്കൂർ ഈ 100-200ഓളം പേര് ഒരുമിച്ചിരുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും അവരുടെ ഓരോരുത്തരുടെയും 200 പേരുടെ 1 മണിക്കൂർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ മനസ്സിൽ ഞാൻ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു നഷ്ട കേസാണ്. കാരണം അത്രയും കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ കർത്താവിന് വേണ്ടി ആ 1 മണിക്കൂർ നമ്മുടെ പ്രൈം ടൈം കൊടുത്തപ്പം കർത്താവ് ആ കൊടുത്തതിന് പകരമായിട്ട്
ഈ ശുശ്രൂഷയുടെ പവർ ഹൗസായിട്ട് മാറി. പലരും ചിന്തിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷ ഇങ്ങനെയായി മാറാൻ സാധാരണക്കാരായ ഓർഡിനറി മനുഷ്യരെ എങ്ങനെ ആ ഓർഡിനറി മനുഷ്യരെ കൊണ്ട് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റിയെന്നുള്ളത്. അതിൻ്റെ കാരണം കർത്താവിന് വേണ്ടി ഏറ്റവും പ്രൈം ടൈം കൊടുത്തപ്പോൾ ദൈവം അതിനെ അനുഗ്രഹിച്ചുയർത്തി. നമ്മളൊക്കെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്, കുടുംബ പ്രാർത്ഥനയുള്ളവരാണ്. നമ്മുടെ പ്രൈം ടൈം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നവരുമാണ്. നമ്മുടെ പ്രൈം ടൈം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ച് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 84:5. അതായത് കർത്താവിൽ ശക്തി കണ്ടെത്തിയവർ, ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് ശക്തി കേന്ദ്രമായിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളും പ്രസ്ഥാനങ്ങളും ഭാഗ്യമുള്ളവ. കാരണം അവരുടെ ശക്തി കേന്ദ്രം, അവരുടെ പവർ ഹൗസ് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ പ്രൈം ടൈമുകളെ നമുക്കൊന്ന് ഓർക്കാം. അത് ഒരു പ്രത്യേക സമയം മാത്രമല്ല, നമ്മുടെ സമയവും സാഹചര്യങ്ങളും നമ്മുടെ കഴിവും നമ്മുടെ കോൺട്രിബ്യൂഷൻസും നമ്മുടെ അധ്വാനവും എല്ലാം ഉണ്ട് അതിനകത്ത്. എൻ്റെ പ്രൈം ടൈം എൻ്റെ ദൈവത്തിനുള്ളതാണോ എന്ന് നമുക്ക് ഈ സമയങ്ങളിലൊന്ന് ചിന്തിക്കാം. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവിൻ്റെ തിരുവചനം പറയും. കർത്താവ് ശക്തി കേന്ദ്രമായിട്ടുള്ള, കർത്താവ് പവർ ഹൗസ് ആയിട്ടുള്ളവർ ഭാഗ്യവാന്മാർ. കാരണം അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ നിയോഗങ്ങളിൽ, അവരുടെ പ്രാർത്ഥനകളിൽ ദൈവം ഇടപെടുന്നു. അവരുടെ അസുഖങ്ങളിൽ കർത്താവ് സൗഖ്യമായിട്ട് വരുന്നു. അവരുടെ ഒറ്റപ്പെടലുകളിൽ കർത്താവ് കൂട്ടായിട്ട് വരുന്നു. അവരുടെ തകർച്ചകളിൽ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പായിട്ട് വരുന്നു. കാരണം അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ പ്രൈം ടൈമുകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള നിമിഷങ്ങളെ, പ്രവൃത്തികളെ, ചിന്തകളെ എല്ലാം ഈ സമയങ്ങളിൽ ഈശോയ്ക്ക് കൊടുക്കാം. ഏറ്റവും നല്ലത് നമ്മൾ കർത്താവിന് കൊടുക്കാം. ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി കൊടുക്കാം. കാരണം കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സകലതും. നമ്മുടെ പവർ ഹൗസ് എപ്പോഴും കർത്താവായിരിക്കണം, ശക്തി കേന്ദ്രം. നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ തന്നെ സ്രോതസ് കർത്താവാണ്. ആത്മാവ് കൊണ്ട് കർത്താവ് നമ്മളെ നിറച്ച്, പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ നയിച്ച് ഓരോ നിമിഷം മുന്നോട്ട് നടത്താനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് പറയണം, എങ്ങനെ ആയിരിക്കണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ കൃത്യമായി നമുക്ക് ഡയറക്ഷൻ കിട്ടും. ആ ശക്തി കേന്ദ്രത്തിൽ നിന്നും നമുക്ക് പവർ സ്വീകരിക്കാം, ശക്തി സ്വീകരിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളെ പൂർണ്ണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നുവെന്ന് നമുക്ക് പറയാം. ഈശോയെ അവിടുന്നാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രമെന്ന് നമുക്ക് ഏറ്റു പറയാം. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നുവെന്ന് പറയാം. ഈശോയെ അവിടുത്തെ പവർ ഹൗസിൽ നിന്നും, ശക്തി കേന്ദ്രത്തിൽ നിന്നും ഞങ്ങൾക്ക് ആത്മാവിനെ വർഷിക്കണമേ എന്ന് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഒരു ഭാഗ്യം യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാവിടമേ. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത് ഇതുപോലൊരു ഭാഗ്യം യേശുവിൻ സാന്നിധ്യമേ. ഈ
ഈശോയ്ക്ക് തുല്യമായിട്ട് മറ്റാരുമില്ല. കർത്താവിനെ പോലെ ആശ്വസിപ്പിക്കാൻ, കർത്താവിനെ പോലെ ആശ്വസിപ്പിക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, കരങ്ങൾ ഉയർത്തി രാജാതിരാജനായി. ഈശോയെ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാതിരാജനായി. എന്റെ ഹൃദയഭാരങ്ങൾ അറിയുന്ന കർത്താവേ, ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, ഈശോയെ കർത്താതി കർത്താവായി. അപ്പാ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, അപ്പാ കർത്താതി കർത്താവായി. രാജാതി രാജാവായി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താതി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. രാജാതി രാജാവായി. ഈശോയെ നന്ദി. രാജാതി കർത്താവായി. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടു കൂടി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ബ്രദർ അഗസ്റ്റിൻ നമ്മളോട് പങ്കുവെച്ച ആ അനുഭവം ദൈവം അഗസ്റ്റിൻ്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് 7 മണിക്കത്തെ സീരിയൽ കാണാൻ നിൽക്കാതെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ദൈവം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്, സീരിയലിനേക്കാൾ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥന TV പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെക്കാതിരിക്കുന്നത്. അപ്പോൾ ദൈവം പ്രധാനപ്പെട്ടതായിട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. അതും കുടുംബ പ്രാർത്ഥനയായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഒരുപക്ഷെ പ്രശ്നം നമ്മുടെ കയ്യിലുമല്ല, മറ്റ് ആരെങ്കിലും ഉണ്ടാക്കുന്ന പ്രശ്നമായിരിക്കാം. എങ്കിലും അവ ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രധാന സ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യങ്ങൾ ക്രമേണ ദൈവം ക്രമപ്പെടുത്തും. നമ്മളല്ല, ദൈവം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ചിലപ്പോഴെങ്കിലും ജീവിതം കുഴഞ്ഞു മറിഞ്ഞു പോകുന്നത് ദൈവത്തെ പ്രധാന സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് കൊണ്ടാണ്. എൻ്റെ ദൈവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കും. പലപ്പോഴും നമ്മളൊക്കെ പറയാറുള്ള കാര്യമാണ്, പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളത്. ശുദ്ധ തട്ടിപ്പാത്. സമയം കിട്ടാത്തത് കൊണ്ടല്ല മനുഷ്യർ പ്രാർത്ഥിക്കാത്തത്, മറിച്ച് ദൈവം അത്യാവശ്യമല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കൊച്ചിന് ഒരു രോഗം വരുന്നു, നമ്മൾ നല്ല തിരക്കുള്ള വ്യക്തിയാണ്, എന്നാലും നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു. സമയം എങ്ങനെയുണ്ടായത്? അത് അത്യാവശ്യമാണ് ഡോക്ടറെ കാണിക്കുക എന്നുള്ളത്. നമ്മൾ ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ ട്രെയിൻ കാത്ത് എത്രയോ സമയം നേരത്തെ പ്ലാറ്റ്ഫോമിൽ കയറി അവിടെ കാത്തിരിക്കും. കാരണം അത് അത്യാവശ്യമാണ്. ട്രെയിൻ വരുമ്പോൾ നമ്മളവിടെ ഉണ്ടാക്കണം. വിമാനയാത്രയിൽ നമുക്ക് മണിക്കൂറുകൾക്ക് മുമ്പേ നമ്മൾ അവിടെ പോയി കാത്തിരിക്കും. അത് അത്യാവശ്യമാണ്.
അത്യാവശ്യമുണ്ടെങ്കിൽ സമയം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നൊരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം ദൈവം അത്ര അത്യാവശ്യമായിട്ടൊന്നും ആ വ്യക്തിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സത്യത്തിൽ എന്താണ്? സത്യത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ദൈവത്തെ തന്നെയാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കൈയൊന്ന് ചലിക്കണമെങ്കിൽ ദൈവം മനസ്സ് വെക്കണം. നാളെ വായൊന്ന് തുറന്ന് സംസാരിക്കണമെങ്കിൽ ദൈവം മനസ്സ് വെക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം തകർന്നു വീഴും ദൈവം മനസ്സ് വെച്ചില്ലെങ്കിൽ. എനിക്ക് ദൈവം ഏറ്റവുമേറെ അത്യാവശ്യമാണെന്നുള്ള തിരിച്ചറിവ് വരുന്ന മനുഷ്യനാണ് പ്രാർത്ഥനയ്ക്കും ദൈവിക കാര്യങ്ങൾക്കുമെല്ലാം ഒന്നാം സ്ഥാനം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ഇന്ന് എനിക്ക് പണമുണ്ട്, ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്, ഇന്ന് എനിക്ക് ജോലിയുണ്ട്, ഇന്ന് എനിക്ക് സ്വാധീനമുണ്ട്, ഇന്ന് ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തകർന്നു വീഴാം. അപ്പം ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക്, പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ദൈവം കടന്നു വരിക എന്നുള്ളതാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. പ്രശ്നങ്ങൾ തനിയെ പരിഹരിക്കപ്പെടും സമയത്തിൻ്റെ തകവിൽ ദൈവാരൂപിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടിയും ഈ നൈറ്റ് വിജിലിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം പലതിൻ്റെ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് കാണുന്നതെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നവരും സമയം കിട്ടുമ്പോഴൊക്കെ ആത്മീയ കാര്യങ്ങൾ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകണം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമാണ്. അവന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഷാലോമിൻ്റെ ഈ ലോകത്തിലുള്ള എല്ലാ ഓഫീസുകളിലും ആദ്യത്തെ 1 മണിക്കൂർ പ്രേരണ നീട്ടി വെച്ചിരിക്കുന്നു. ഈ TV തുടങ്ങിയപ്പോൾ മീഡിയ രംഗത്തുള്ള വിദഗ്ധന്മാരൊക്കെ പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല. കാരണം 100-200 സ്റ്റാഫിൻ്റെ ആദ്യത്തെ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വെച്ചാൽ പിന്നെ ജോലി ചെയ്യാൻ സമയമില്ല. ഇത് വേസ്റ്റാണ്. ഇത് വിവരമുള്ള മാനേജ്മെൻ്റ് ഒന്നും ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്തിട്ടും ശാലോം വളർന്നു, ശാലോം നിലനിന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവമാണ് പ്രവർത്തിക്കുന്നവൻ, ദൈവമാണ് അനുഗ്രഹിക്കുന്നവൻ. തുടർന്ന് നമ്മൾ സകല പുണ്യവാന്മാരുടെയും ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് തേടാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വിശുദ്ധരുടെ പ്രാർത്ഥന ഇന്ന് അനുഗ്രഹമായിട്ട് കടന്നു വരണം. അതുപോലെ നമ്മുടെ രാജ്യത്തേക്ക്, സഭയിലേക്കെല്ലാം എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ചോദിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഭക്തിയോടുകൂടി നമുക്ക് ഈ ലുത്തിനിയ ചൊല്ലി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.
വിശുദ്ധനായ ലൂക്കോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യോഹന്നാൻ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബർത്തലോമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മത്തിയാസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ തദേവൂസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്ത്രയോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യാക്കോബേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫിലിപ്പോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ എസ്തപ്പാനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സെബസ്ത്യാനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അഗസ്തീനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബർനാഡേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലോറൻസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ആൽബർട്ടേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ജെറോമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡോൺ ബോസ്കോ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡൊമിനിക് സാവ്യോ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗീവർഗീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്തോണീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മാറിയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അദ്ദായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അപ്രേമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബെനഡിക്റ്റേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗ്രിഗറിയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അംബ്രോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗർവാസീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പ്രോത്തോസീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡാമിൻ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മാക്സ് മില്യൻ കോൾബേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫിലിപ്പിനരി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ
വിശുദ്ധനായ മാർട്ടിൻ്റെ പോറസ് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യൂദായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ജോൺ ബോൾ പാപ്പ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ചാവറയച്ച പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ദേവസഹായം പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ഏലീശ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അന്നായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ വേറോനിക്ക പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം മഗ്ദലേന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്ലാരായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ തെക്ലായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മാർഗരറ്റേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കത്രീനായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അമ്പത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ആഗ്നസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റോസായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ഫൗസ്റ്റീനായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ സിസിലിയായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മരിയ ഗോരേത്തി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്രിസ്റ്റീനായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മോണിക്ക പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റീത്തായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ഫിലോമീന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ജിയന്ന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അൻഡ്രോണീറ്റ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മദർ തെരേസ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ എവ്പ്രാസ്യാമ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
Praise the Lord. ഇരിക്കാം. സ്വർഗത്തിൻ്റെ വലിയ കൂട്ടായ്മയുടെ സാന്നിധ്യം നൈറ്റിൽ ആകമാനം നിറഞ്ഞു നിൽക്കുക. ലോകമെമ്പാട് നമ്മോട് ചേർന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ തിരുമുമ്പിൽ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ശാലോം നൈറ്റുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവ് വലിയ കൃപ ചൊരിയാണ് ഈ രാത്രിയിൽ. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന് മുഴുവൻ മഹത്വം കൊടുത്ത് കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. 133 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും അനുഗ്രഹപ്രദവുമാണ്. അഹ്റോൻ്റെ ശിരസിൽ നിന്ന് താടിയിലൂടെ ഒലിച്ചിറങ്ങി അങ്കിയുടെ കഴുത്തപ്പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. 2 കാര്യം ഈ രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്ന്, കർത്താവ് തൻ്റെ അനന്തമായ അനുഗ്രഹം, നന്മകൾ ലോകം മുഴുവനും തൃക്കൈ കൊണ്ട് വാരി വിതറിക്കൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞോ ഹല്ലേലൂയ. മറ്റൊന്ന്, ഭയങ്കര അനോയിൻറ്റിങ്, ഭയങ്കര അഭിഷേകം കർത്താവ് ചൊരിയുക. ഏക മനസ്സോടെ ദൈവജനം എവിടെ ഒന്നിച്ചു വരുന്നു അവിടെ ഈ 2 അതിശയകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. ഇവിടെ വന്നതിനേക്കാളും കുറേയും കൂടി ആനന്ദമൊക്കെ സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളവർ അവിടെ ഇരുന്നുകൊണ്ട് കരം ഉയർത്തിക്കുകയും അവിടെ ഇരുന്നുകൊണ്ട് കണ്ടോ ഒരുപാട് മനുഷ്യരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടായിരിക്കുന്നത്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, കണ്ണീരോടെയാണ് അവർ വരുന്നത്. ജെറമ്യാ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ എന്ത് ചെയ്യും? ആശ്വസിപ്പിച്ച് നയിക്കും. ആശ്വസിപ്പിക്കുന്നവനായ കർത്താവ് തൻ്റെ മുറിവേറ്റ കരം ഈ സമൂഹത്തിൻ്റെ മേൽ നീട്ടപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ അഭിഷേകം ചിലരുടെ മേൽ വിടുതലായി സമയങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. സ്വീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജെറമ്യാ 31:13 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ അവരുടെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി ഞാൻ മാറ്റും, ദുഃഖമകറ്റി അവരെ ഞാൻ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. കർത്താവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ രാത്രിയിൽ നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാണ്. വചനത്തിലൂടെ അവൻ പറയാം, ഞാൻ നിൻ്റെ കണ്ണുനീർ കണ്ട് നിന്നെ ആശ്വസിപ്പിക്കും, നിൻ്റെ ദുഃഖം അകറ്റി നിന്നെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അടുത്ത വചനം പറയുന്നു, എൻ്റെ ജനം എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും. നിറഞ്ഞ അനുഗ്രഹത്തിലേക്ക് നൈറ്റ് വിജൻ്റെ ഒരു സവിശേഷതയാണ്, മറ്റ് ഏത് ശുശ്രൂഷയെക്കാളും അധികമായി നിറവ് കൊണ്ട്, തൻ്റെ സാന്നിധ്യം കൊണ്ട്, അഭിഷേകം കൊണ്ട്, വചനം കൊണ്ട്, കൃപ കൊണ്ട് കർത്താവ് ലോകത്തെ മുഴുവൻ ധന്യമാക്കാൻ ശാലോമിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച അത്ഭുത ശുശ്രൂഷയാണ് നൈറ്റ് വിജിൽ. ഒരു ഹല്ലേലൂയ പറയാമോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ മഹത്വം ഈ ആലയത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ അതിശയകരമായ സാന്നിധ്യം നമ്മുടെ മേൽ നല്ല കർത്താവ് പകർന്നു കഴിഞ്ഞിരിക്കുന്നു. അല്പം കൂടി ആഴത്തിലേക്ക് പോകാൻ വരുന്ന സമയങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രിയമുള്ളവരെ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, യെശയ്യാ 40:29, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു. യുവാക്കൾ പോലും തളരുകയും ശക്തി ക്ഷയിക്കുകയും ചെയ്തേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ 31 കഴുകന്മാരെ പോലെ ചിറകടിച്ചു. കർത്താവ് നൈറ്റ് വീലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്നോളം വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രവൃത്തിയുണ്ട്. വീണ് കിടക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് കഴുകന്മാരെ പോലെ ഔന്നത്യങ്ങളിൽ ഉന്നതങ്ങളിൽ പറക്കാൻ, സഞ്ചരിക്കാൻ കർത്താവ് കൃപ ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുത രാത്രിയിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവർ. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ ചെയ്യണം, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കണം.
വലിയവനായ ദൈവം, ശാലോമിന് ഇത്രത്തോളം അതിശയകരമായി നടത്തിയ ദൈവം, ലോകത്തിൻ്റെ മുമ്പിൽ വിസ്മയകരമായി ഷാലോം മിനിസ്ട്രിയെ കരങ്ങളിൽ എടുത്ത ദൈവം അനേക ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അനുഗ്രഹമാക്കി മാറ്റിയ ഈ ശുശ്രൂഷയുടെ ആലയത്തെ കർത്താവ് മാനിച്ച് ഉയർത്തുന്ന രാത്രിയാണ്. ഇവിടെ സവിശേഷമാവിധം ടി വിയിലൂടെ കാണുന്നവർ മാത്രമല്ല, ഇവിടെ വരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം അപ്രകാരം കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കുന്നത്. കരങ്ങൾ വിശ്വസിച്ച് ഒരു നന്ദി കർത്താവിനെ പ്രകാശിപ്പിക്കാം. പോരാ, ഈ കയ്യടിയൊന്നും പോരാ. നന്നായി. ഒരു ഹല്ലേലൂയ സ്വരം ചെയ്ത് പറയാമോ? ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം വേണം. ആശ്രയിക്കണമെങ്കിൽ വിശ്വസിക്കണം. നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്ന ഒരാളെ മാത്രമേ ആശ്രയിക്കാറുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. നമുക്കൊന്ന് എഴുന്നേറ്റ് നമ്മുടെ ബലഹീനതയിൽ ശക്തി വരുന്ന കർത്താവ് ബലഹീനതയെ ബലമേകി. നമ്മൾ അല്പം ബലഹീനരൊക്കെ ആണെന്നെങ്കിൽ സാരമില്ല, കർത്താവ് തൻ്റെ ശക്തമായ കരം നീട്ടും. എല്ലാം മറന്ന് അല്പസമയം നമ്മളൊന്ന് പ്രാർത്ഥിച്ച് തുടർന്നുള്ള ഒരു ശുശ്രൂഷയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തോളം ഉയർത്തി എല്ലാ ക്ഷീണങ്ങളൊന്ന് കൊടുത്തുകൊണ്ട് സ്വതന്ത്രമായി വായ് തുറന്നൊന്ന് കർത്താവിനെ വിളിക്കാമോ, ആരാധിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിച്ച് വായ് തുറന്ന് കരമുയർത്തി എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. ദൈവകൃപ പെയ്തിറങ്ങുന്ന ഈ രാത്രിയിൽ, ശാലോമിന്റെ കോമ്പൗണ്ടിൽ അത്ഭുതങ്ങളുടെ രാത്രിയിൽ തന്റെ കൃപ കർത്താവ് നമ്മുടെ മേൽ നീട്ടുകയാണ്. തന്റെ കരം ഈ സമൂഹത്തിന് മേൽ നീട്ടുകയാണ്. വായ് തുറന്നിട്ട് യേശുവേ എന്നൊന്ന് വിളിച്ചേ, വിളിച്ചേ. ആരാധന 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 ആരാധന. ഒരുപാട് മക്കളെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. 15ഓളം വ്യക്തികളെ പ്രത്യേകമായി കർത്താവ് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. മേരിക്കുട്ടി, സണ്ണി, ലീല എന്ന 3 പേര് കർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. അതിശയകരമായ തന്റെ സാന്നിധ്യം കർത്താവ് ഈ സമൂഹത്തിൽ ചൊരിയുന്നു. കരങ്ങളുയർത്തി വിളിക്കുന്നു, യേശുവേ. ചേർന്ന് പാടി കരങ്ങളടിച്ച്, നന്നായി കരമടിച്ച്. പോരാ, ഈ കൈയടി പോരാ. കരമൊന്ന് ഉയർത്തിയടിച്ച്. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. ഉറപ്പ്. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാൽ കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ആമേൻ. ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. അത് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ 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 കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കരമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? പോരാ, വായി തുറന്ന കെട്ട് കഴിയട്ടെ, ഭാരങ്ങൾ മാറട്ടെ. ആരാധന 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 ആരാധന. കരമടിച്ച് യഹോവയെ കാത്തിരിക്കുന്നവർ ഈ രാത്രിയിൽ ശക്തിയെ പുതുക്കുന്നു. നൈറ്റിൽ അത്ഭുതമായ ശക്തി ഇറങ്ങുന്നു. 2 കരമുയർത്തി യേശുവേ. റിയ റബ 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 റിയ 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 റബ 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 റബ.
റബ 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 റബ. ഈ റബ റബ. ഈ റബ റബ. ആരാധന. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയിൽ നിറഞ്ഞിടും. ഉറപ്പ്. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയിൽ നിറഞ്ഞിടും. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയിൽ നിറഞ്ഞിടും. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയിൽ നിറഞ്ഞിടും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. ഉറപ്പ്. അവർ ഉറപ്പ്. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, 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 കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, glory. കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ഓ കൃപയേ. മഴ പോലെ മഴ പോലെ ദൈവശക്തി ഈ വചനകൂടാരത്തിൽ പെയ്തിറങ്ങുന്നു. നൈറ്റ് വിധിയിൽ അത്ഭുത ശക്തി പ്രവഹിക്കുന്നു. ആരാധന ആരാധന ആരാധന. സ്വീകരിച്ചോ സ്വീകരിച്ചോ. ആരാധന ആരാധന ആരാധന. ആരാധന ആരാധന Praise the Lord. Hallelujah. ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പങ്കുവച്ചു കർത്താവ് അത്ഭുതം ചെയ്യുന്ന ശുശ്രൂഷയാണ് ശാലോമിൻ്റെ നൈറ്റ് വിജിൽ. അപ്രകാരം അത്ഭുതകരമായി കർത്താവ് ഇടപെട്ട ചില പ്രാർത്ഥനാ നിയോഗങ്ങളിലാണ് വായിക്കുന്നത്. അത് ബ്രീഫായിട്ട് പറഞ്ഞ് നമ്മൾ കർത്താവിന് നന്ദി പറയാണ്. ബെറ്റി എന്നൊരു സഹോദരിയാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന അപേക്ഷ അവർ ശാലോം ടെലിവിഷന് മുമ്പിൽ നൈറ്റ് വിജിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ നിയോഗം ഇതാണ്: കടബാധ്യത വർദ്ധിച്ച് ലോൺ എടുത്തതാണ്, അത് കൂടിക്കൂടി വന്ന് ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന സാഹചര്യം, യാതൊരു വഴികളുമില്ല കടമടച്ചു തീർക്കാൻ. അങ്ങനെ അവർ നൈറ്റ് വിജിൽ ടി വിയിൽ കണ്ട് ആരാധനയുടെ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു വഴി ഞങ്ങൾക്കായി തുറന്നു തരണമേ. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ തുടർന്നുള്ള ദിനങ്ങളിൽ മറ്റ് ചില വ്യക്തികളിലൂടെ അവരുടെ അടുത്ത ചില വ്യക്തികളിലൂടെ സാമ്പത്തിക സഹായം എത്തുകയാണ്. അതുമാത്രമല്ല, അവർ കടം നേരത്തെ കൊടുത്തിരുന്ന ചില വ്യക്തികൾ കൊടുക്കാനുണ്ടായിരുന്ന പണം തിരികെ കൊണ്ടുവന്ന് ഇവരുടെ കടബാധ്യതകളെല്ലാം തീർത്ത് ജപ്തിയിൽ നിന്ന് ഇവർ കരകയറിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇവരെഴുതിയിരിക്കുന്നത്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കൊടുക്കാം. അടുത്ത ഒരു സാക്ഷ്യം എഴുതിയിരിക്കുന്നത് ഗ്രേസി മാത്യു എന്നൊരു സഹോദരിയാണ്. അവർക്ക് 7 വർഷമായി അനേകം ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും മാറാത്ത ആസ്മ അലർജി. അവർ നൈറ്റ് ടി വിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ടി വിയുടെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ രാത്രിയിൽ അനേകം രോഗികളെയും കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ രോഗികളായിരിക്കുന്നവർ തന്നെയും ടി വിയുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ദിവികാരുണ്യനാഥനെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യങ്ങളാണ് രാത്രികളിൽ നൈറ്റ് രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അപ്രകാരം ഈ സഹോദരി ആരാധനയുടെ സമയത്ത് കണ്ണീരോടെ സൗഖ്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ
അഭയദുർഗവുമാണ്. നാഹും 1:7. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവനെ അവിടെ നിറയുന്നു. ആ രാത്രി അത്ഭുതകരമായ വിടുതലാണ്. തുടർന്ന് അവർ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സിനെ പോയി കണ്ടു. അവർ പരിശോധന ഡോക്ടേഴ്സ് പറഞ്ഞു ആസ്മ പരിപൂർണമായി സൗഖ്യപ്പെട്ടിരിക്കുന്നു, ഇനി മെഡിസിൻ എടുക്കേണ്ട ഒരാവശ്യമില്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ കർത്താവിനെ മഹത്വം കൊടുക്കാം. ഇതു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇതു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞേ, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇതു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇതു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ലീന വർഗീസ് എന്നൊരു സഹോദരിയാണ്. തൻ്റെ മോൾക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു മോളാണ് അവർക്കുള്ളത്. അനേകം ഇൻ്റർവ്യൂസുകൾ ഈ പെൺകുട്ടി അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകും. പക്ഷേ ജോലിയുടെ വഴികളൊന്നും തുറന്നു വരാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരിങ്ങനെ ഒരു നിയോഗം സമർപ്പിക്കുക. ഒരു അത്ഭുത ഒരു പ്രാർത്ഥന രീതിയുണ്ട്. ചിലരൊക്കെ അനുഗ്രഹം അടിച്ചെടുക്കുന്ന ചില വഴിയാണ്. അവരിങ്ങനെ ഒരു നിയോഗം സമർപ്പിക്കുകയാണ്. ഷാലോം TV നൈറ്റ് ചേർന്ന് പ്രാർത്ഥിച്ച് കിട്ടിയാൽ ഒരു സാക്ഷ്യം, ജോലി കിട്ടിയാൽ ഒരു സാക്ഷ്യം എഴുതി ഷാലോമിലേക്ക് അയക്കാം. നമുക്കും അതൊന്ന് പരിശോധിക്കാനും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനാ രീതി. അനേകർ, ആയിരങ്ങളല്ല പതിനായിരങ്ങൾ ഇപ്രകാരം ഷാലോം TV നൈറ്റ് പങ്കെടുത്തേക്കാം. അങ്ങനെ നിയോഗം എഴുതി ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയതിൻ്റെ ഒരു സാക്ഷ്യമാണ്. ആ കുഞ്ഞിന് നല്ല ഒരു ജോലി ലഭിച്ചു. ദുബായിൽ ഉന്നതമായ ശമ്പളത്തോടുകൂടെ നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു എന്നാണ് ലീന സഹോദരി എഴുതിയിരിക്കുന്നത്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കൊടുക്കാം. കരമടിച്ചു. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസർ ഞങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസര ഞങ്ങൾ. കരമൊന്നുയർത്തടിക്കാമോ? ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ആമേൻ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹെബ്രായർ 13:8 നമ്മളിങ്ങനെ വായിക്കും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. ഇന്നലകളിൽ രോഗികളെ സൗഖ്യമാക്കിയവൻ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയവൻ, തളർവാദ രോഗികളെ സൗഖ്യമാക്കിയവൻ. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിന് ഒന്ന് കരമുയർത്തി അത്ഭുതകരമായ ഒരു വിടുതലും സൗഖ്യത്തിനും പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആരാധന 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 ദൈവമേ നന്ദി കർത്താവേ, സ്തോത്രം. ആരാധന ആരാധന ആരാധന. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കൊരു നിമിഷം ഈ സമയത്ത് TV മുമ്പിലിരുന്ന് നമ്മളോട് ചേർന്ന് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 10,000-കണക്കിന് ആളുകൾ നമ്മളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് അവരെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ കിടപ്പ് രോഗികളുണ്ട്, വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ ആയിട്ടുള്ളവരുണ്ട്, ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട്. അവരുടെ എല്ലാം വേദനകൾ നമുക്കിപ്പോൾ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് ഉയർത്താം. നമ്മുടെ വലതുകരം നമുക്ക് ഉയർത്താം.
ലോകം മുഴുവനും ഈശോ വിവിധ രാജ്യങ്ങളിലെ ഭൂഖണ്ഡങ്ങളിലെ ഷാലോൻ ടി വിയുടെ മുമ്പിലിരിക്കുന്ന 10,000-കണക്കിന് ആളുകളെ കർത്താവ് ഈ സമയത്ത് ഞങ്ങൾ തിരുമുമ്പിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീരുകൾ അവിടുന്ന് കാണണമേ. അവരുടെ പ്രശ്നങ്ങളിലേക്ക് നീ കടന്നു വരണമേ. അവരോട് നീ കരുണ കാണിക്കണമേ. ഈ രാത്രിയിൽ അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. കർത്താവേ, നിന്റെ കരങ്ങൾ നീട്ടണമേ. രാജ്യങ്ങളിലേക്ക് നീ നീട്ടണമേ. ദേശങ്ങളിലേക്ക് നീ നീട്ടണമേ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. തകർച്ചയുടെ പടുകുഴിയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടപെടണമേ. കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടണമേ. സാമ്പത്തിക പ്രതിസന്ധികളിൽ ഇടപെടണമേ. രോഗങ്ങളിൽ ഇടപെടണമേ. കിടപ്പ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കിടപ്പ് രോഗികൾ എഴുന്നേൽക്കട്ടെ. കർത്താവേ, നിന്റെ കരങ്ങൾ നീട്ടണമേ. തകർന്ന കുടുംബങ്ങളെ വീണ്ടെടുക്കണമേ. പൈശാചികമായ ബന്ധനങ്ങൾ തകർത്ത് കളയണമേ. ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ദൈവശക്തി വ്യാപിക്കട്ടെ. ലോകം മുഴുവനിലേക്ക് ദൈവകൃപ ഒഴുകട്ടെ. ഷാലോൻ ടിവിയിലൂടെ ദൈവമേ, നിന്റെ കൃപ ഒഴുകട്ടെ. സൗഖ്യദായക സ്നേഹം ഒഴുകട്ടെ. ശക്തി ഒഴുകട്ടെ. ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ രക്ഷദായക, യേശുവേ രക്ഷദായക, യേശുവേ രക്ഷദായക, യേശുവേ രക്ഷദായക. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവത്തിന് ഒരു നിമിഷം മതി നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ. ഒരു നിമിഷം മതി നമ്മുടെ രോഗങ്ങൾ എടുത്തു നീക്കാൻ. ഒരു നിമിഷം മതി തകർച്ചയിൽ നിന്ന് പുനരുദ്ധാരണം നൽകാൻ. കർത്താവേ, ആ കൃപയുടെ ഒരു നിമിഷം ഈ രാത്രിയിലായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ വന്നതുപോലെ തിരിച്ചു വിടരുതേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ അനുഗ്രഹിക്കാതെ പറഞ്ഞു വിടരുതേ കർത്താവേ. എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നീ ഇടപെടാതെ എന്നെ ഈ രാത്രിയിൽ പറഞ്ഞു വിടരുതേ നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബ് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ദൈവദൂതനോട് പ്രാർത്ഥിച്ചു. ഈ രാത്രിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. എന്നെ അനുഗ്രഹിക്കാതെ നീ പറഞ്ഞു വിടരുതേ. എൻ്റെ കർത്താവേ, നിന്റെ പക്കലേക്ക് വിശ്വാസത്തോടെ ഞാൻ കടന്നു വന്നിരിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടണമേ. എൻ്റെ കണ്ണുനീര് കാണണമേ. എനിക്കൊരു പുതിയ ജീവിതം നൽകണമേ. ഒരു പുതിയ അഭിഷേകം നൽകണമേ. കൃപയുടെ കരങ്ങൾ നീട്ടണമേ. ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഓർമ്മിക്കാം, ക്രിസ്തീയ ജീവിതം മറ്റു ജീവിതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും വിജയകരമായ വിശ്വാസ ജീവിതത്തിന് നമുക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഹീലിംഗ് നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നത്. അവൻ കടന്നു വരുമ്പോൾ ജീവിത സാഹചര്യങ്ങൾ മാറ്റിമറിക്കപ്പെടും. അവൻ കടന്നു വരുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറും. അവൻ കടന്നു വരുമ്പോൾ രോഗപീഠകൾ വിട്ടുമാറും. അവൻ കടന്നു വരുമ്പോൾ അന്ധകാര ശക്തികൾ വിട്ടൊഴിയും. അവൻ കടന്നു വരുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവൻ കടന്നു വരുമ്പോൾ ബലഹീനതകൾ നീങ്ങിപ്പോകും. അവൻ കടന്നു വരുമ്പോൾ പുതുശക്തി കൊണ്ട് നിറയ്ക്കും. ഈ രാത്രിയിൽ ദാഹിച്ചു പ്രാർത്ഥിക്കുക. ഈ ആത്മാവിനെ എനിക്ക് വേണം. പരിശുദ്ധാത്മാവേ, നവ്യമായ ഒരു അഭിഷേകം എനിക്ക് നൽകണമേ. ശക്തിയുടെ അഭിഷേകം എനിക്ക് നൽകണമേ.
നൽകണമേ. കൃപയുടെ അഭിഷേകം എനിക്ക് നൽകണമേ. നീ എഴുന്നള്ളി വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഈ രാത്രിയിൽ കടന്നു വരട്ടെ. തളർന്നുപോയ ജീവിതങ്ങൾ ബലം പ്രാപിക്കട്ടെ, തളർന്നുപോയ ശരീരം ബലം പ്രാപിക്കട്ടെ, തളർന്നുപോയ മനസ്സ് ഉണരട്ടെ, തളർന്നുപോയ ആത്മാവ് ഉണരട്ടെ, പുതുക്കപ്പെടട്ടെ. പുതുക്കത്തിന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ആരാധന, 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 ആരാധന. നിറയണമേ, നിറയണമേ, നിറയണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാ എന്നെ ഉണർത്തണമേ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് എല്ലാവരും ചേർന്ന് പാടുക. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. കർത്താവേ, മരവിച്ചുപോയ ജീവിത മേഖലകളിലെല്ലാം നിന്റെ ഉണർവിൻ്റെ കാറ്റ് ഈ രാത്രിയിൽ വീശട്ടെ. മരവിച്ചുപോയ ബന്ധങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ ഈ രാത്രിയിൽ ഉണരട്ടെ. നമ്മുടെ വ്യക്തി ബന്ധങ്ങൾ എവിടെയെങ്കിലും തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങൾ എവിടെയെങ്കിലും തകർന്നു കിടക്കുന്നെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മരവിച്ചു പോയെങ്കിൽ, ദാമ്പത്യ ബന്ധങ്ങൾ മരവിച്ചു പോയെങ്കിൽ, ഓ ദൈവത്തിന്റെ അഗ്നി, പരിശുദ്ധാത്മാവ് ബന്ധങ്ങളെ ഉണർത്താൻ ഈ രാത്രി വരട്ടെ. നമ്മുടെ ബന്ധങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബന്ധങ്ങൾ ഉണരട്ടെ. പുതിയൊരു സ്നേഹം കുടുംബത്തിലുണ്ടാകട്ടെ. പുതിയൊരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. വെറുപ്പില്ലാത്ത ഹൃദയം ഉണ്ടാകട്ടെ. സന്തോഷം കൊണ്ട് നമ്മൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വരികൾ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പ്രാർത്ഥനാ ജീവിതത്തിലെ മരവിപ്പ് നീങ്ങിപ്പോകണം. ആധ്യാത്മിക ജീവിതത്തില് പുതിയ ഒരു ഉണർവ് ഇന്നുണ്ടാകണം. ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായി രാത്രി മാറണം. കർത്താവേ, നീ എന്നെ ഉണർത്തണമേ. നിന്റെ അഗ്നിയാൽ എന്നെ ഉണർത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിലാൽ എന്നെ ഉണർത്തണമേ. കർത്താവേ, ഇനിയുള്ള കാലം നിന്റെ ആത്മാവിൽ ജ്വലിച്ച് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ ആത്മീയ ജീവിതത്തിലെ മന്നത മുഴുവൻ ഈ രാത്രിയിൽ വിട്ടുപോകട്ടെ. എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ കെട്ടുകളെല്ലാം അഴിയപ്പെടട്ടെ. എന്നെ ഭരിഞ്ഞു മുറുക്കുന്ന ചങ്ങലകളെല്ലാം പിഴുതെറിയപ്പെടട്ടെ. ആത്മാവിന്റെ സ്വാതന്ത്ര്യം എന്നിലേക്ക് വരട്ടെ. ദൈവശക്തി എന്നിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വരും തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെവിടെയാണ് അവിടേക്ക് നിന്റെ കരങ്ങൾ നീട്ടി അവരെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാത്തതിനാൽ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ വലത് കരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ നിന്ന് തിന്മയുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ. ബലഹീനതകൾ നീങ്ങിപ്പോകട്ടെ. ദൈവശക്തി അവരിൽ സന്ദർശിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. അവരെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ.
കണ്ണുകൾ അടച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയോടെ നമുക്ക് നിൽക്കാം. ഇന്ന് നമ്മൾ ഈ ഹാളിലേക്ക് കടന്നു വന്നപ്പോഴുള്ള നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം. ഈ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ദൈവം നമുക്ക് നൽകിയ ആത്മീയ ഉണർവിനെ ഓർത്ത് നന്ദി പറയാം. പുതിയ ബോധ്യങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. മനസ്സിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ഒപ്പിയെടുത്തതിന് നന്ദി പറയാം. ശരീരത്തിൻ്റെ വേദനകൾ എടുത്തു നീക്കിയതിനെ ഓർത്ത് നന്ദി പറയാം. കർത്താവേ, നീ തന്ന എല്ലാ ദാനങ്ങൾക്കും ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നീ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾക്ക് കിട്ടിയ നന്മകളെ ഓർത്തുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നന്ദിയുടെ ഒരു സ്തുതിപ്പ് നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, ഈശോയെ നന്ദി, കൃപയ്ക്ക് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ പുതിയ ഒരു ഉണർവ് കിട്ടി, പുതിയ ബോധ്യങ്ങൾ കിട്ടി എന്നുള്ളവർ കൈകരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ മനസ്സിൻ്റെ വേദനകളും ഭാരങ്ങളും ഒക്കെ നീങ്ങിപ്പോയി, ശരീരത്തിൻ്റെ വേദനകളൊക്കെ നീങ്ങിപ്പോയി. അങ്ങനെ അനുഭവങ്ങളുള്ളവർ കൈപൊക്കി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശാരീരികമായ തളർച്ചകളും വേദനകളും വിട്ടുപോയി എന്ന ബോധ്യമുള്ളവർ മാത്രം കരങ്ങൾ പൊക്കിക്കുകയും 1 2 3 4 5 6 7 8 9. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ചില ഹീലിങ്ങുകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടും. നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന, ആരാധന, യാഹെന്ന ദൈവത്തിന് ആരാധന, 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 യാഹെന്ന ദൈവത്തിന് ആരാധന, 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 യാഹെന്ന ദൈവത്തിന് ആരാധന, 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 യാഹെന്ന ദൈവത്തിന് ആരാധന. കരമടിച്ച് നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, അല്ലേ? നിന്നതല്ലതാ, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. കരമുയർത്തിയടിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതപ്പോ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതപ്പോ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതപ്പോ.
കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം പരിശുദ്ധ മാതാവിനെ നമുക്ക് ഓർക്കാം. നല്ല മാതാവ് നമ്മൾക്ക് വേണ്ടി കഴിഞ്ഞ മണിക്കൂർ മുഴുവൻ സമയം കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മടക്കയാത്രകളെയും ഈ ആഴ്ചയിലെ എല്ലാ ദിനങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലഭിച്ച ബോധ്യങ്ങളിൽ കൃപയിൽ ആഴപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, അങ്ങയുടെ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ രക്ഷക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി കൊടുത്ത് സന്തോഷത്തോടെ മടങ്ങാം.